ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു കവർ പാല് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു അടിപൊളി മധുരത്തിൻ്റെ പലഹാരമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു കവർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഈ പലഹാരം വേണ്ടത്, എത്രയാണോ പാലെടുക്കുന്നത്, അതിനനുസരിച്ച് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും മധുരത്തിന് വേണ്ടി ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മധുരത്തിലുള്ള പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അരക്കപ്പ് അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മണമില്ലാത്ത ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തിളയ്ക്കേണ്ട, ചൂടായി വന്നാൽ മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ 1.25 കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കടലമാവ് കൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാമെന്ന് പലർക്കും അറിയില്ല. ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഇതിനെ നമുക്ക് ഹലുവാന്നോ അല്ലാന്നുണ്ടെങ്കിൽ കിണ്ണത്തപ്പെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരമാണ്. ഇത് നന്നായിട്ട് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 30 മില്ലി അളവിലുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം ബട്ടറോ നെയ്യോ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഒരു 7-8 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. ഇത് വെന്തോന്നറിയാനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ആ ഒരു ടൈമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ചുകൂടെ ഓയിലോ ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇത്രയും തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നല്ല സോഫ്റ്റും സ്മൂത്തും നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് വിട്ടുവരുന്ന ടൈമായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റാക്കാനായിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ച് സെറ്റാക്കാവുന്നതാണ്. ഞാനിതുപോലെ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഇത് തണുപ്പിച്ചോ ചൂടോടുകൂടിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷേങ്കിൽ കുറച്ചൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കണം. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂർ നേരം ഫ്രീസറിലല്ല തൊട്ട് താഴെ വെച്ചിരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതെടുത്ത് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ, ആകൃതിയിൽ, വലിപ്പത്തിലൊക്കെ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.